ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഹോസ്പിറ്റലിൽ ഐസിയുവിൻ്റെ വാതിക്കൽ രാജുവും ഋതികയും പത്മയും ഇങ്ങനെ കാത്തിരിക്കുക. രാജു പറയുക, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സാറിൻ്റെ അടുത്തോട്ട് ചെന്ന്, അയ്യോ വേണ്ട മോനെ, ആ അംബികയെങ്ങാനും കണ്ടുകൊണ്ട് വന്നാലോ? അവർ വന്നാൽ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മ സാറിൻ്റെ അടുത്തോട്ട് ചെല്ല്. ഈ സിറ്റുവേഷനിൽ അമ്മയുടെ സാമീപ്യം സാറിന് വളരെ അത്യാവശ്യമാണ്. പത്മ വിഷമത്തോടുകൂടി പറയുക, എന്തൊക്കെയായാലും ഞാനിപ്പോഴൊരു അന്യയല്ലേ മോനെ, ഞങ്ങൾ തമ്മിൽ എന്നേ പിരിഞ്ഞവരല്ലേ. അത് കേട്ടിട്ട് ഋതിക പറയാ, അമ്മേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞവരാണെങ്കിൽ അമ്മ അച്ഛനെ തിരക്കി വരുമോ? ഇങ്ങനെ ഇവിടെ ഇരുന്ന് എൻ്റെ അമ്മ വിഷമിക്കുവോ? രാജു വീണ്ടും പത്മാവതിയെ നിർബന്ധിക്കുക. എല്ലാവരേക്കാളും ഉപരി അമ്മ വർമ്മ സാറിനെ സ്നേഹിക്കുന്നുണ്ടല്ലേ അമ്മ ഓടിപ്പടഞ്ഞ് ഇവിടെ എത്തിയത്. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ഋതിക പറയുക, അകത്ത് കിടക്കുന്ന അച്ഛൻ്റെ മകളാണ് ഞാൻ. എന്നെ പ്രസവിച്ചത് ഈ അമ്മയാണ്. അച്ഛൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. പക്ഷേ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും വേറെ വിവാഹവും കഴിച്ചിട്ടില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ ഇപ്പോഴും ദൈവമാണ്. പിന്നെ എന്തിനാ അമ്മയുടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് അമ്മ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അങ്ങനെ രാജുവും ഋതികയും മാറി മാറി നിർബന്ധിച്ചപ്പോൾ പത്മാവതിയും രാജുവും ഋതികയും കൂടെ പ്രതാപനെ കാണാനായിട്ട് പോവുകയാണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രതാപന്റെ അടുത്തോട്ട് പത്മാവതി ചെന്ന് സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പത്മ പ്രതാപന്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന കയ്യിലോട്ട് ഇങ്ങനെ പതുക്കെ തൊടുവാണ്. സങ്കടം സഹിക്കാനാവാതെ പത്മ വിങ്ങിപ്പൊട്ടി കരയുവാണ്. പത്മാവതിയുടെ സ്പർശനം പ്രതാപന് ഉണരാൻ കഴിഞ്ഞുവെന്ന് തോന്നുന്നു. പ്രതാപൻ ഇങ്ങനെ പതുക്കെ കണ്ണു തുറക്കുവാണ്. അവരിങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നോക്കുവാണ്. പ്രതാപൻ ഇങ്ങനെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് പത്മ പേടിച്ച് പുറകോട്ട് മാറി നിൽക്കുവാണ്. രാജുവും ഋതിക ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. പ്രതാപൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ഋതിക അച്ഛാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രതാപൻ വീണ്ടും കണ്ണടച്ചു. അത് കണ്ട് ഭയന്നിട്ട് രാജുവും ഋതിയെ അച്ഛാ കണ്ണ് തുറക്കച്ച, അച്ഛാ കണ്ണ് തുറക്കച്ച എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. രാജു പറയുക, അയ്യോ ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടെ എന്നും പറഞ്ഞ് രാജു പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരുവാണ്. എല്ലാവരും ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞ് ഡോക്ടർ പ്രതാപനെ പരിശോധിക്കുക. മോളേന്ന് വിളിച്ച് പത്മയും കരയുവാണ്. അപ്പോൾ ഡോക്ടർ പറയുക, കണ്ണുകൾ തുറന്നത് നല്ല സിംറ്റംസാണ്, മെഡിസിൻസൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഋതിക ഡോക്ടറോട് പറയുന്നു, ഡോക്ടറെ ഇതെൻ്റെ അമ്മയാണ്. ഡോക്ടറെ ചിരിച്ചുകൊണ്ട് പത്മാവതി മാഡം എന്നിങ്ങനെ വിളിക്കുവാണ്. എല്ലാവരും അതിശയത്തോടെ നോക്കുക. ഋതിക വിഷമത്തോടെ ഡോക്ടറോട് പറയുന്നു, അമ്മയും അച്ഛനും തമ്മിൽ. ഡോക്ടർ അപ്പോൾ പറയും, ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ഡോക്ടർമാരെല്ലാം പഠിച്ചത് മാത്രം ചെയ്യുന്ന പരിമിതിയുള്ളവരാണ്, പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ് ദൈവം. ഈ സമയത്ത് മേഡത്തെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. സാറ് പഴയതുപോലെ തിരിച്ചു വരും. അതിൻ്റെ സൂചനകളായി കാണുന്നതൊക്കെ. സാറിന് നമ്മളുടെ മാത്രമല്ല 10,000ങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഒന്നും സംഭവിക്കില്ല. പത്മ സങ്കടത്തോടെ ദൈവമേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പുറത്തെ ബെഞ്ചിൽ രാജുവിൻ്റെ തോളിൽ തലചായ്ച്ചിങ്ങനെ ഋതിക കിടക്കുവാണ്. ഋതിക പറയുക, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്. നമുക്കെപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമാണല്ലോ രാജു. ഞാനും ഇത് തന്നെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഋതു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെങ്കിലും ഇതൊക്കെ മാറുമെന്ന് സമാധാനിക്കാനല്ലേ നമുക്ക് നിവർത്തിയുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഈ കിടപ്പ് കാണാൻ സഹിക്കുന്നില്ല രാജു. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്തിനാ ഋതു? ഇവിടെ തന്നെ എത്രമാത്രം ഡോക്ടേഴ്സാണ് ഉള്ളത്. അവരൊക്കെ മാറി മാറി സാറിനെ നോക്കുമല്ലയോ. ഇതിലും കൂടുതൽ ട്രീറ്റ്മെൻ്റ് എങ്ങും വേറെ എവിടെയും കിട്ടില്ല ഋതു. ഇത് പതുക്കെ മാറുമെന്നാണ് മെയിൻ ഡോക്ടർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടത്താതെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയാലോ രാജു? അതിനെന്താ, നാളെ ആവട്ടെ, നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. രാജുവിൻ്റെ തോളിലോട്ട് ചാഞ്ഞു കിടക്കുന്ന ഋതികയോട് രാജു പറയുന്നുണ്ട്, ഋതു ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം റൂമിൽ പോയി കിടന്നൊന്ന് ഉറങ്ങും. വേണ്ട രാജു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് രാജുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഋതു ഇരുന്നോ. വല്ലാത്ത സങ്കടം വരുന്നുണ്ട് രാജു. രാജുവിൻ്റെ തോളിലിങ്ങനെ ചാരിയിരിക്കുമ്പോൾ ഒരാശ്വാസം. ഋതിക എങ്ങനെ പറയുമ്പോൾ രാജു സങ്കടവും സന്തോഷവും കൊണ്ട് ഋതികയുടെ നെറുകയിലിങ്ങനെ പതുക്കെ തലോടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ അടുത്ത് രാജുവും ഋതികയും ഇരിക്കുവാണ്. ഡോക്ടർ പറയുക, വർമ്മ സാർ കണ്ണ് തുറന്നു എന്നുള്ളത് തന്നെ നല്ലൊരു സൂചനയാണ്. പക്ഷേ എങ്ങനെ ആരോഗ്യം വീണ്ടും കിട്ടുമെന്നും ഓർമ്മ തിരിച്ചു കിട്ടുമെന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതേ നെർവസ് സിസ്റ്റം വഴിയാണ്. ഇതിൽ തലച്ചോറാണ് സെൻട്രൽ പൊസിഷൻ യൂണിറ്റ്. വർമ്മ സാറിന് തലയിലാണ് ആഘാതം പറ്റിയിരിക്കുന്നത്. ശരീരത്തിലെ എല്ലാ സിസ്റ്റവും കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നും അറിയാൻ പറ്റില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുമുണ്ട്. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ. കണ്ണുകൾ തുറക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചുറ്റും നടക്കുന്ന കാഴ്ചകൾ സാർ കാണുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. ഡോക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ രാജു ചോദിക്കുന്നു, അപ്പോൾ മറ്റുള്ളവരെ വർമ്മ സാർ തിരിച്ചറിയുന്നില്ല അല്ലേ? ഇപ്പോഴില്ല,
അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതൊരു ശുഭസൂചനയല്ലേ? മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തം. പിന്നെ ശരീരം കൂടി പ്രവർത്തിച്ചാൽ മതിയല്ലോ. അപ്പോഴങ്ങനെയാണെങ്കിൽ ഡോക്ടർ അപ്പോൾ പറയുക, രാജു പറയാൻ വന്നത് ഋതിക പറഞ്ഞ കാര്യമല്ലേ, വർമ്മ സാറിനെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്ന്. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഞാൻ മറ്റു ഡോക്ടേഴ്സുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഇന്ന് തന്നെ പറയാം. എന്നാൽ ശരി ഡോക്ടർ എന്നും പറഞ്ഞ് രാജു ഋതികയും കൂട്ടി വെളിയിലോട്ട് പോവുകയാണ്. ഈ സമയം അനന്തംപിള്ളയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഉദ്ദേശിച്ച കാര്യം പോലെ അല്ലല്ലോ നടന്നത്. പ്രതാപൻ ആ സ്പോട്ടിൽ തന്നെ തീരുവെന്നാണല്ലോ കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നും കരുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. പ്രതാപൻ എന്ന അനന്തംപിള്ളയോട് പറഞ്ഞ കാര്യം ഇങ്ങനെ അനന്തംപിള്ള ഓർക്കുക. തനിക്കും എൻ്റെ മകളെപ്പോലെ പ്രായമുള്ള ഒരു മകളില്ലേ, ആ കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ വരും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അനന്തന് മനസ്സിലായി കാണുമല്ലോ. അതൊക്കെ ഓർത്തിങ്ങനെ അനന്തൻ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു അനുയായി അങ്ങോട്ട് ഓടി വന്നിട്ട്, അനന്തംപിള്ള സാറേ, ഇപ്പോഴൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്ത് വാർത്തയാടോ? അതെ, നമ്മുടെ പ്രതാപവർമ്മ സാറ് കണ്ണു തുറന്നു. അയാൾ അങ്ങനെ പറഞ്ഞതും അനന്തംപിള്ള ഇരുന്ന ചെയറിന് ചാടി അങ്ങ് എണീറ്റിട്ട് അങ്ങനെ ഒരു നിമിഷം നിന്നിട്ട്, നീ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നേടാ. എന്താ സാറേ എന്നും പറഞ്ഞ അയാൾ അടുത്തോട്ട് വരുമ്പോൾ അവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റടി. എന്താടാ നീ പറഞ്ഞത്? നമ്മുടെ പ്രതാപവർമ്മയോ? അവൻ ആരാടാ? എൻ്റെ അളിയനോ? എനിക്ക് ഷോക്കുണ്ടാക്കുന്ന ഇത്തരം ന്യൂസുകൾ ഓടിപ്പിടിച്ച് വന്ന എന്നോട് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കരുതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേടാ. എനിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാലോ? എന്താടാ വായി നോക്കി നിൽക്കുന്നത്? പോടാ. അടിയും കിട്ടി നിൽക്കുന്നവനെ ആട്ടി പുറത്താക്കുവാണ്. അടിയും കിട്ടിയവൻ അങ്ങനെ ചെവിക്കുറ്റിയും തടവിക്കൊണ്ട് വെളിയിലോട്ടിറങ്ങി പോവുകയാണ്. അനന്തംപിള്ള ദേഷ്യത്തോടെ പറയാ, ചത്തുപോകാൻ വേണ്ടി ചെയ്തതാ, അതുണ്ടായില്ല. എന്നാൽ പിന്നെ അവനങ്ങ് കോമയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവനിപ്പോൾ കണ്ണും തുറന്ന് വന്നിരിക്കുന്നു. അവന് മാത്രം മരണമില്ല, അവൻ്റെ ആയുസിന് പിന്നിൽ കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ട്. ഇല്ല, അവനെ ഞാൻ തീർക്കും. ആ അംബികയും മകനെയും വെച്ച് തന്നെ ഞാൻ അവൻ്റെ കഥ കഴിക്കും. ഈ സമയം ഐസിയുവിൽ മയക്കത്തി കിടക്കുന്ന പ്രതാപൻ്റെ അടുത്ത് പത്മ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുവാണ്. കരഞ്ഞുകൊണ്ട് പത്മ പ്രതാപൻ്റെ തോളിലൊക്കെ ഇങ്ങനെ തടവുന്നുണ്ട്. അപ്പോൾ പത്മയ്ക്ക് പഴയ ഓർമ്മ വരുന്നു. പത്മ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാല് തട്ടി പ്രതാപൻ്റെ ദേഹത്തോട്ട് വീഴുന്നതും പ്രതാപൻ കയറി കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഓർമ്മ വരുവാണ്. അതിനുശേഷമുള്ള അവരുടെ വിവാഹവും എല്ലാം ഓർത്ത് പത്മ ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുവാണ്. അപ്പോൾ ഋതിക അങ്ങോട്ട് വന്ന് അമ്മയെന്ന് വിളിച്ച് തോളിൽ കൈവെക്കുക. പത്മ സങ്കടത്തോടെ പറയുവാണ്, പണ്ടൊക്കെ പ്രതാപേട്ടൻ്റെ ഏത് കാര്യത്തിനും ഞാൻ കൂടെ വേണമായിരുന്നു. എനിക്കാണെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പോലും പറ്റില്ലായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തു കൊടുക്കണമായിരുന്നു. 1000 വട്ടം വിളിച്ചുകൊണ്ടിരിക്കും പത്മയെന്ന്. പക്ഷേ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊളയുവാ മോളെ. എൻ്റെ അമ്മ വിഷമിക്കാതിരിക്കും, എൻ്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ രാജു അവർക്കുള്ള ഫുഡുമായിട്ട് വരുവാ. രാജു പറയുന്നുണ്ട്, 9 മണി കഴിഞ്ഞാൽ പിന്നെ ക്യാൻറ്റീൻ പൂട്ടും. അതുകൊണ്ട് ഞാൻ ഫുഡിങ് വാങ്ങിച്ചുകൊണ്ട് പോന്നു. അമ്മയും ഋതു ഇത് കഴിക്കാൻ നോക്ക്. രാവിലെ ഡോക്ടർ ഋതികയും രാജുവിനെയും പത്മാവതിയെയും വിളിപ്പിച്ചിരിക്കുവാണ്. ഡോക്ടർ എന്തിനാ വിളിപ്പിച്ചത് എന്ന് രാജു ചോദിക്കുവാണ്. ഇന്നലെ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, വർമ്മ സാറിനെ വീട്ടിലോട്ട് മാറ്റാമെന്ന്. ഞാനത് മറ്റു ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ പലതരം തെറാപ്പികളും സ്നേഹപൂർവമായ പരിചരണങ്ങളുമാണ്. ഞാൻ പറഞ്ഞത് ശുശ്രൂഷിക്കുക എന്നാണ് അർത്ഥം. വർമ്മ സാറിനെ വീട്ടിലോട്ട് മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ആർക്കും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ഒരു നിബന്ധന മാത്രം, വളരെ വിദഗ്ധയായ ഒരു ഹോം നേഴ്സിനെ കണ്ടെത്തണം. കൂലിപ്പണിക്കാർ പോരാ, നല്ല ആത്മാർത്ഥതയുള്ള ഒരാൾ തന്നെ വേണം. ഇതിനൊക്കെയാണ് സ്നേഹനദിയായ ഭാര്യ കൂടെ വേണമെന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമുള്ള ഭാര്യയെ സാറ് തന്നെ വഴിയിൽ എറിഞ്ഞു കളഞ്ഞില്ലേ. ഭാര്യയുടെയും മക്കളുടെയും സ്നേഹ ശുശ്രൂഷകളാണ് ഇനി സാറിന് ആവശ്യം. അതിലൂടെ മാത്രമേ സാറിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ആദ്യം നിങ്ങൾ നല്ലൊരു ഹോം നേഴ്സിനെ കണ്ടെത്ത്, എന്നിട്ട് ഞാൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ വർമ്മ സാറിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരാൾ വിചാരിച്ചാൽ മാത്രം. എല്ലാവരും ഇങ്ങനെ പത്മയെ തന്നെ നോക്കുവാണ്. പക്ഷേ അതാരായിരിക്കണമെന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഡോക്ടർ പത്മയെ നോക്കി തന്നെയാണ് അങ്ങനെ പറയുന്നത്. പത്മാവതി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് പോവുകയാണ്. അമ്മയെന്ന് വിളിച്ച് ഋതികയും രാജുവും പുറകെ പോകുന്നുണ്ട്. ഋതിക പത്മയോട് ചോദിക്കുന്നു, ഡോക്ടർ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് അമ്മ എന്തു പറയുന്നു? പത്മ അത് കേട്ടിട്ട് പറയാം, പ്രാക്ടിക്കലാകുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറ മക്കളെ. അപ്പോൾ അംബികയും 2 സിംഗടികളും ചേർന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. രാജു കണ്ടു, അമ്മേ ദാണ്ട മാറണം വരുന്നുണ്ട്, അമ്മ എളുപ്പം അങ്ങോട്ട് മാറിക്കോ. അംബിക പത്മാവതിയെ കണ്ടോ എന്നൊരു സംശയം. അംബിക ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുക. എന്നിട്ട് ഋതിയോടും രാജുവിനോടും ചോദിക്കുന്നു, ആരായിരുന്നു ആ സ്ത്രീ? രാജു ഒന്നും അറിയാത്ത പോലെ, ഏത് സ്ത്രീ? ഇപ്പോഴിവിടെ നിന്ന് അങ്ങോട്ട് പോയ സ്ത്രീ. അതിത് ഹോസ്പിറ്റലല്ലേ, ഇവിടെ അങ്ങനെ പലരും വരികയും പോവുകയും ചെയ്യും. ഡോക്ടറെ കാണാൻ വന്ന ഏതോ പേഷ്യൻ്റ് ആയിരിക്കും. അംബികയുടെ കൂടെ വന്ന ഒരു പെരിച്ചാഴി പറയാ,
ഈ ആസ്പത്രിയുടെ കൂട്ടൊന്നുമല്ല. ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാലേ ഒരു അവിഞ്ഞ വാടയാ. മേഡം മന്ത്രിയാകുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. എടോ, അതിന് ഞാൻ ആരോഗ്യവകുപ്പ് അല്ലല്ലോടോ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഭരിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പല്ലേ. പക്ഷേ എല്ലാ വകുപ്പിലും കയറി ഞാനങ്ങ് ഇടപെടും. രാജുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോയാൽ ഇവളൊക്കെ മുഖ്യമന്ത്രിയോ മറ്റോ ആയാൽ ഈ നാട്ടിലുള്ളവരൊക്കെ അങ്ങ് എങ്ങോട്ടെങ്കിലും അങ്ങ് ഓടിപ്പോയാൽ മതി. അംബികയുടെ വീമ്പ് പറച്ചിൽ നിർത്തുന്നില്ല. അവൾ വീണ്ടും പറയാ, ഈ സർക്കാർ ആസ്പത്രികളെല്ലാം പൊളിച്ചടുക്കി കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പകരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ അങ്ങോട്ട് വരട്ടെ. അയ്യോ, അപ്പോഴീ പാവങ്ങൾ എന്തു ചെയ്യും? ആ പാവങ്ങളോട് പോയി കെട്ടിത്തൂങ്ങി ചാകാൻ പറയടൂ. ഈ നാട്ടിൽ ഇനി പാവങ്ങളായിട്ട് ആരും വേണ്ട. നമ്മുടെ നാടിന് തന്നെ നാണക്കേട ഈ ഒരുമാതിരി വൃത്തികെട്ട പാവങ്ങൾ. രാജുവിന് ദേഷ്യം വിറച്ച് കയറുക. രാജു പെട്ടെന്ന് ഋതികേട് പറയാം, പണ്ടേ സൂര്യമംഗലത്തെ പശുത്തൊഴുത്തിലായിരുന്നു ഇവർക്ക് പണി. രാജു എന്താ പറഞ്ഞതെന്ന് അംബികയ്ക്ക് മനസ്സിലായി. അംബിക പറയാം, ഏതോ ഒരു രാജ്യത്തെ രാജാവേ പാവങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ആ നിയമം നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലോടോ? ആ ചിങ്കിടികളോട് ചോദിക്കുക. അപ്പോഴാ സമയത്ത് ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയുടെ വേഷവിധാനവും കൂടെ കുറച്ച് ചിങ്കിടികളെയൊക്കെ കണ്ട് ശേഖരൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ് വരുന്നത്. ഒരു കളിയാക്കലോട് അംബിക ശേഖരനോട് ചോദിക്കും, ഓ, ലക്ഷ്മണകുമാരൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനെൻ്റെ ചേട്ടനെ കാണാൻ വന്ന. അത് കേട്ടിട്ട് ആ നീർക്കോലി ദീപക്ക് പറയും, ഓ, ഇങ്ങേർക്ക് മാത്രമേ ഉള്ളൂ ഒരു ചേട്ടൻ. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ശേഖരനോടാ പറഞ്ഞു, ഡാ ഇതൊരു ഹോസ്പിറ്റലാ, എന്നെ കൊണ്ട് കടുങ്കയൊന്നും നീ ചെയ്യിപ്പിക്കല്ലേ. ചേച്ചി ഇന്നലെ രാത്രിയിൽ എവിടെ പോയതാ? അതെ, എനിക്ക് സൗകര്യമുള്ളിടത്ത് പോകൂടാ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ചേട്ടൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴാണോ ചേച്ചി ഉത്തരവാദിത്വമില്ലായ്മ കാണിക്കുന്നത്? ഞാൻ ഉത്തരവാദിത്വമില്ലായ്മ കാണിച്ചെന്നോ? എടാ, നിനക്ക് എന്തറിയാം? പ്രതാപൻ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളാ ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രതാപന്റെ ചുമതലകളെല്ലാം പാർട്ടി എന്നെ ഏൽപ്പിച്ചു. നീ ഇനി അറിഞ്ഞില്ലെന്നൊന്നും പറയണ്ട. ഞാനേ മന്ത്രിയാകാൻ പോവാ. സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്രതാപനെ ഒന്ന് കാണണം. അതിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മോനെ ദീപക്കെ, വാടാ. കൂടെ നിൽക്കുന്ന സിങ്കിടികളിൽ ഒരുത്തനെ കൂടെ കൂട്ടുന്നുണ്ട് അംബിക. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ നിൽക്കി എന്നും പറഞ്ഞ് അംബിക ഐസിയുവിലോട്ട് കയറി പോവുകയാണ്. ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് ശേഖരൻ രാജുവിനോട് ചോദിക്കുന്നു, എന്തൊക്കെയാണ് രാജു നടക്കുന്നതൊക്കെ? സാറേ, പല അത്ഭുതങ്ങളും നടക്കും. നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. ചേട്ടനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അല്ലേ രാജു? ആ, ചെയ്യും സാറേ. എന്നാൽ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. ചേട്ടൻ്റെ മുറിയൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിടട്ടെ എന്നും പറഞ്ഞ് ശേഖരൻ വീട്ടിലോട്ട് പോവുകയാണ്. ഐസിയുവിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന പ്രതാപനെ അമ്മയും മകനും നോക്കി കണ്ണി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉള്ളിൽ സന്തോഷവും. ശരിക്കൊരു കള്ളാഭിനയം തന്നെ അംബിക അവിടെ കാണിക്കുവാണ്. മോനെ പ്രതാപ, നിനക്ക് വേണ്ടി, നിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഈ ചേച്ചി ആ കുരിശങ്ങ് ഏറ്റെടുക്കുക. ദീപക്കിന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ പറയുക, പിന്നെ യേശുവല്ലേ, എന്തോ ഇൻ്റർനാഷണൽ കള്ളിയാ എൻ്റെ ഈ തള്ള. കുരിശ് ചുമക്കാൻ പോവുകയാണെന്ന്. കെട്ട് മുടിപ്പിക്കാനായി കസേരയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഒരു കള്ളക്കരച്ചിലോട് അംബിക പാസ്സാക്കുന്നുണ്ട്. മോനെ പ്രതാപ, നീ എനിക്ക് മകൻ തന്നെയാ. നിനക്ക് വേണ്ടി ഇതല്ല, ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ഈ ത്യാഗം എനിക്കല്ലാതെ മറ്റാർക്കാ ചെയ്യാൻ പറ്റുന്നത്? ദീപക്കനുള്ളുകൊണ്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പാർട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, തൽക്കാലത്തേക്ക് നിന്റെ മന്ത്രിപദം ഞാൻ ഏറ്റെടുക്കണമെന്ന്. പാർട്ടി പറഞ്ഞാലേ മോനെ പ്രതാപ, ഞാൻ കിണറ്റിൽ വരെ ചാടും. പാർട്ടിയല്ലേ നമ്മുടെയൊക്കെ ജീവശ്വാസം. അതുകൊണ്ട് ചേച്ചിയെ ഗവർണറുടെ മുന്നിലോട്ട് പോവുക സത്യപ്രതിജ്ഞ ചെയ്യാൻ. നിനക്കിപ്പോൾ ബോധവും പൊക്കണമൊന്നും ഇല്ലെങ്കിലും നിന്റെ പ്രാർത്ഥന ഈ ചേച്ചിക്കൊപ്പം ഉണ്ടാകണം. തളർന്നു കിടക്കുന്ന പ്രതാപ ചാടി എഴുന്നേറ്റ് അവിടെ കൊരവള്ളിക്കൊന്ന് പിടിച്ച് ഞെക്കിക്കൂടെ നിനക്ക്? അങ്ങനെ അംബിക ഒരു ഷോളും ഒക്കെ കരുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതാ ശിങ്കിടിയുടെ കൈ കൊടുത്തിരിക്കും. എടാ നവാസെ, അതിങ്ങോട്ട് തന്നേ എന്നും പറഞ്ഞ് ആ ഷോള് പൊന്നാട പോലെ പ്രതാപൻ്റെ ദേഹത്തോട്ട് പുതപ്പിച്ചു കൊടുക്കുവാണ്. ദീപക്ക് മനസ്സിൽ പറയുന്നുണ്ട്, ഇത് പൊന്നാടയാണോ അതോ വെള്ള പുതപ്പിച്ച് കിടത്തുവാണോ എൻ്റെ അമ്മ? ആ സമയത്ത് ഋതിക ഡോറ് തുറന്ന് അകത്തോട്ട് വന്ന് അംബിക പ്രതാപൻ്റെ ദേഹത്ത് ആ ഷാള് പുതപ്പിച്ചിരിക്കുന്ന കണ്ട് ദേഷ്യത്തോടെ, ഇതെന്താ നിങ്ങൾ ഈ കാണിച്ചത് എന്നും പറഞ്ഞ് ആ ഷോളെടുത്ത് അംബികയുടെ മുഖത്തോട്ട് വലിച്ചെറിയുവാണ്. എടി എന്നും പറഞ്ഞ് അംബിക അലറുന്നുണ്ട്. പക്ഷേ ഋതിക അതൊന്നും വകവെക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അംബികയും ഋതികയും തമ്മിലുള്ള യുദ്ധം തന്നെ ഇവിടെ നടക്കും. അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രതാപൻ ഒരു പക്ഷേ ഈ സംസാരിക്കുന്നതെല്ലാം അയാൾ കേൾക്കുന്നുണ്ടാവും, അയാൾ മനസ്സിലാകുന്നുണ്ടാവും. പരിശുദ്ധയായ പത്മാവതിയാണല്ലോ താൻ തെറ്റിദ്ധരിച്ചിരുന്നത്, അംബിക ആരായിരുന്നു എന്നെല്ലാം പ്രതാപൻ തിരിച്ചറിയും. എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രതാപൻ അംബികയ്ക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.